2-ാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. അദ്ദേഹം കേരളത്തിൻ്റെ ഒരു പ്രധാനമായ ഒരു അടിസ്ഥാന സൗകര്യം, ഒരു പ്രധാനമായ ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ആയ വിഴിഞ്ഞം പോർട്ടിനെ ഇനോഗ്രേറ്റ് ചെയ്യാനാണ് അദ്ദേഹം വരുന്നത്. ഇത് നമ്മുടെ നാടിന് വേണ്ടി വിഴിഞ്ഞം പോർട്ടും ഇവിടെ നടക്കുന്ന ഹൈവേസും അതിൻ്റെ ഒപ്പം നടക്കുന്ന റെയിൽവേ മോഡേണൈസേഷനും എല്ലാം ഒറ്റക്കെട്ടായിട്ട് നോക്കുമ്പോൾ കേരളത്തിൻ്റെ ഒരു ഭാവിക്ക് വേണ്ടി ഒരു പുതിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ഒരു റെവല്യൂഷൻ. എന്നിട്ട് ഇതിന് നോക്കുമ്പോൾ കേരളത്തിന് എത്രയോ ഇനി മാനുഫാക്ചറിങ്ങും ലോജിസ്റ്റിക്സ് അവസരങ്ങൾ, ഇത് മൂന്നും, ഈ ഹൈവേയും റെയിൽവേ മോഡേണൈസേഷനും വിഴിഞ്ഞം പോർട്ട് കമ്പൈൻ ചെയ്ത് നോക്കിയാൽ ഇതാണ് വരുന്ന കാലത്ത് ഈ അവസരങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിസ്ഥാന സൗകര്യം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ പോളിസി. ദുബായ് നോക്കിയാലും സിംഗപ്പൂർ നോക്കിയാലും പോർട്ടിലെ ഡെവലപ്മെൻറ്റ്, പോർട്ട് ഉള്ള ഒരു ഡെവലപ്മെൻറ്റ് മോഡൽ ആണ് ഇപ്പോൾ നമുക്ക് ഒരു വരുന്ന കാലത്ത് ഇവിടെ ഉണ്ടാക്കാനൊരു അവസരം. അതുകൊണ്ട് പോർട്ടും ഹൈവേ ഡെവലപ്മെൻറ്റും അതിൻ്റെ ഒപ്പം റെയിൽവേ മോഡേണൈസേഷനും നമ്മുടെ കേരള നാട്ടിൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു പുതിയൊരു ഇക്കണോമിക് ഡയറക്ഷനിൽ കൊണ്ടുപോകാൻ ഒരു നല്ലൊരു അവസരമായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് ഈ കോൺഗ്രസ്സുകാർ രാവിലെ എണീറ്റിട്ട് സംസാരിക്കുന്നത് എനിക്ക് അതിൽ സമയമില്ല. അവരൊരു ദിവസം പാകിസ്ഥാനി ഭീകരവാദികളെ ന്യായീകരിക്കുന്നു, പിന്നെ അത് ഇവിടെ നിർത്തിയിട്ട് അവിടെ കർണാടകയിൽ കോൺഗ്രസ് മന്ത്രികൾ അത് പറയുന്നു. ഇതിങ്ങനെ അവർ പറയുന്നത് ഇങ്ങനെ ഫോളോ ചെയ്താൽ നമുക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര തലവേദനയായിട്ട് ഞാൻ കാണുന്നത്. അവർ പറയട്ടെ, നാട് മുമ്പോട്ട് പോകണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടി ഞങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറാണ്. വികസിത കേരളമാണ് ഞങ്ങളുടെ ലക്ഷ്യം. 4 കോടി മലയാളികൾക്ക് വികസനം, ക്ഷേമം, തൊഴിൽ, ഇൻവെസ്റ്റ്മെൻറ്റ്, അതെല്ലാം ചെയ്യാനാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം, ഞങ്ങളുടെ ഒരു വിഷൻ, ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട്. അല്ല, എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുന്നുണ്ട്. എല്ലാ ഇഷ്യൂസിനെ പറ്റി പറയാനോ അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് അങ്ങനെ ആഗ്രഹമില്ല. അത് അവർ കമൻറ്റ് ചെയ്യും. എന്തോന്നോ പറയട്ടെ. പിന്നെ അവരല്ലേ പറയുന്ന ആൾക്കാർ, സില്ലി പോളിറ്റിക്സിന്റെ വിദ്വാന്മാരല്ലേ അവർ, ഇതുവരെ ഒന്നും ചെയ്യാത്ത പാർട്ടിയല്ലേ. സാരില്ല. ഞാനേ നോക്ക്, ഞാൻ ചെയ്യുന്നത് ഒരു പ്രാക്ടിക്കൽ കാഴ്ചപ്പാടുള്ള ഒരു പോളിറ്റിക്സാണ് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്. അത് വികസിത കേരളം. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർ പറയാം. UPA സമയത്ത് 8 UPA മിനിസ്റ്റേഴ്സ് കേരളത്തിൻ്റെ മിനിസ്റ്റേഴ്സായിരുന്നു. ആ 10 കൊല്ലത്തിൽ അവർ എന്ത് ചെയ്തില്ല എന്നാണ് ചോദിക്കേണ്ടത്. അതിനെക്കുറിച്ച് ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. അതെല്ലാം വിട്ടിട്ട് മുണ്ടും എനിക്ക് മലയാളം അറിയില്ല, എനിക്ക് കേരള രാഷ്ട്രീയം അറിയില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരോട് ഞാൻ എന്ത് പറയാനാ? അവരായിരിക്കും വിദ്വാൻ. കേരള രാഷ്ട്രീയത്തിന് 65 കൊല്ലം 70 കൊല്ലം ആരായിരുന്നു വിദ്വാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് ജനങ്ങളുടെ കഷ്ടങ്ങളോ ജനങ്ങളുടെ പ്രശ്നങ്ങളോ പരിഹരിക്കാണ്ട് ഓടുന്ന തുള്ളിച്ചാടുന്ന ഭീകരവാദികളെ ന്യായീകരിക്കുന്ന ആരാണെന്ന് നമുക്കറിയാം. അപ്പോൾ അവർ പറയുന്നത് പറഞ്ഞോട്ടെ, ഞങ്ങൾ പറയുന്നത് ചെയ്യുന്ന പാർട്ടിയാണ്, പ്രവർത്തിക്കാനാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടുണ്ട്, വികസിത കേരളം, എല്ലാവരുടെയും ഒപ്പം എല്ലാവർക്കും വേണ്ടി. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ തയ്യാറാണ് അതിന് ഡിബേറ്റ് ചെയ്യാൻ.